ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മൗണ്ടിങ് ആൻഡ് ഡ്രസ്സിങ് ഓഫ് ഗ്രൈൻഡിങ് വീൽ. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് വീൽ മൗണ്ടിങ് ആൻഡ് ഡ്രസ്സിങ്. ആദ്യമേ പറയുന്നത് ഗ്രൈൻഡിങ് വീൽ മൗണ്ടിങ്. ഗ്രൈൻഡിങ് വീൽ മൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൈൻഡിങ് വീൽ എങ്ങനെ ഗ്രൈൻഡിങ് മെഷീൻ്റെ മുകളിൽ ശരിയായി ഫിറ്റ് ചെയ്യാം, അത് അപകടമൊന്നും കൂടാതെ ശരിയായിട്ട് എങ്ങനെ ഓടിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ കറക്റ്റ് ആൻഡ് സേഫ് ഓപ്പറേഷൻ ഓഫ് എ ഗ്രൈൻഡിങ് മെഷീൻ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മൗണ്ട് ദ ഗ്രൈൻഡിങ് വീൽ കറക്റ്റ്ലി ഓൺ ദ സ്പിൻഡിൽ. അപ്പോൾ ശരിയായി ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡിങ് വീൽ ശരിയായി മെഷീനിൽ ഉറപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബിഫോർ ഫിറ്റിംഗ് എ ന്യൂ വീൽ, മേക്ക് ഷുവർ ദാറ്റ് ദ സ്പിൻഡിൽ ഈസ് കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം സർഫസ് ഇറഗുലാരിറ്റീസ്. ഒരു പുതിയ വീൽ നമ്മൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്പിൻഡിൽ ശരിയായിട്ട് ക്ലീൻ ചെയ്യുകയും അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു. The spindle of the grinding machine includes the inner flange and outer flange and the nut. ഒരു സ്പിൻഡിൽ നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അഡീഷണലായിട്ട് വേണ്ടത് ഒരു ഇന്നർ ഫ്ലാഞ്ച്. ചിത്രം ശ്രദ്ധിക്കുക, ഒരു ഇന്നർ ഫ്ലാഞ്ച് വേണം, അതുപോലെ ഒരു ഔട്ടർ ഫ്ലാഞ്ച് വേണം, പിന്നെ അതിന് വേണ്ടത് ഒരു നെട്ട്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ത്രെഡഡ് ഓൺ ദ സ്പിൻഡിൽ ടു ഹോൾഡ് ദ ഗ്രൈൻഡിങ് വീൽ പൊസിഷൻ. ആ ഗ്രൈൻഡിങ് വീൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഉപയോഗിക്കുന്നത്. ദി ഇന്നർ ഫ്ലാഞ്ച് മസ്റ്റ് ബി ഫിക്സഡ് ടു റൊട്ടേറ്റ് വിത്ത് ദ സ്പിൻഡിൽ. ഇന്നർ ഫ്ലാഞ്ച് ഈ സ്പിൻഡിലിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് ഫ്ലാഞ്ച് ഹാസ് എ ഡിഷ്ഡ് ഫേസ് ടുവാർഡ്സ് ദ സർഫസ് ഓഫ് ദ വീൽ ആൻഡ് ഹാസ് എ ട്രൂ ബെയറിംഗ് സർഫസ് അറ്റ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഈ ഫ്ലാഞ്ചിന് ഒരു ഭാഗത്തൊരു ഡിഷ്, നല്ല പരന്ന സ്ഥലം ഉണ്ടാവും. ഈ പരന്ന സ്ഥലമാണ് ഈ വീലുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നത്. Suitable paper discs are normally fitted to the wheel by manufacturer. സാധാരണഗതിയിൽ ഈ വീല് ഡയറക്റ്റ് ഫ്ലാഞ്ച് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പേപ്പർ ഡിസ്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, മൗണ്ടിങ് പ്രൊസീജിയർ. എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്രൈൻഡിങ് വീല് ഈ മെഷീൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാന്നുള്ളത് നോക്കാം. മൗണ്ട് ദ വീൽ ഓൺ ദ സ്പിൻഡിൽ ഓഫ് ദ ഗ്രൈൻഡിങ് മെഷീൻ ആസ് ഫോളോസ്. നമ്മൾ ചെയ്യേണ്ട വിധമാണ് പറയുന്നത്. ചെക്ക് ദ സ്പിൻഡിൽ സർഫസ് ഈസ് ക്ലീൻ ആൻഡ് ഫ്രീ ഓഫ് ഇറഗുലാരിറ്റീസ്. ആദ്യമായി ഒന്ന് സ്പിൻഡിൽ ചെക്ക് ചെയ്യുക, അതിന് കുഴപ്പങ്ങളൊന്നുമില്ല, പൊടിപ്പള്ളങ്ങളൊന്നുമില്ല, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ക്ലീൻ വിത്ത് ഡ്രൈ ക്ലോത്ത് ഈസ് നെസസറി, തുടച്ച് വൃത്തിയാക്കുക. ചെക്ക് ദാറ്റ് ദ ഇന്നർ ഫ്ലാഞ്ച് ഈസ് ഫിക്സഡ് ടു ദ സ്പിൻഡിൽ ആൻഡ് ദാറ്റ് ഈസ് ബെയറിംഗ് സർഫസ് ക്ലീൻ ആൻഡ് ട്രൂ. ആദ്യം ഇന്നർ ഫ്ലാഞ്ച് ഫിറ്റ് ചെയ്ത ശേഷം അതിന് പുറത്ത് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ദാറ്റ് ദ വീൽ ബുഷ് സർഫസ് ഈസ് ക്ലീൻ ആൻഡ് ഇറ്റ് ക്യാൻ ഫിറ്റ് ഈസിലി ബട്ട് നോട്ട് ലൂസ്ലി ഇൻ ടു സ്പിൻഡിൽ. ഇതിനുശേഷം നമ്മൾ ഗ്രൈൻഡിങ് വീലിൻ്റെ ബുഷൊക്കെ ഇട്ടതിന് ശേഷം സ്പിൻഡിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. അത് വളരെ ലൂസ് ആവരുത്, അതേപോലെ ഓവർ ടൈറ്റും ആവരുത്. ആ രൂപത്തിലായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത്. ക്ലീൻ ദ ബുഷ് ബിഫോർ ഫിറ്റിംഗ് ദ വീൽ ഓൺ ദ സ്പിൻഡിൽ ഇഫ് നെസസറി. ആദ്യം ബുഷൊക്കെ ശരിയായിട്ട് ഫിറ്റ് ചെയ്യാം ചെയ്യുന്നതിന് മുമ്പ്. നെക്സ്റ്റ്, ചെക്ക് ദാറ്റ് ഈച്ച് സൈഡ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ ഈസ് ഫിറ്റഡ് വിത്ത് എ സോഫ്റ്റ് പേപ്പർ ഡിസ്ക് ഓഫ് സ്ലൈറ്റ്ലി ലാർജർ ഡയമീറ്റർ ദാൻ ദ സ്പിൻഡിൽ ഫ്ലാഞ്ചസ്. ആ സ്പിൻഡിൽ ഫ്ലാഞ്ചസിനേക്കാളും കുറച്ച് ഡയമീറ്റർ അധികമുള്ള പേപ്പർ ഡിസ്ക് അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ മുകളിലായിട്ട് ആദ്യം ഫിറ്റ് ചെയ്യണം. ചെക്ക് ദാറ്റ് ദ diameter of each spindle flange is at least 1/3 of the diameter of the grinding wheel. ഇതിൽ ഫിറ്റ് ചെയ്യുന്ന ഫ്ലാഞ്ച് ഏകദേശം വീലിൻ്റെ ഡയമീറ്ററിൻ്റെ 1/3 ഏകദേശം കൂടിയിരിക്കണം. ഫിറ്റ് ദ ഗ്രൈൻഡിങ് വീൽ ടു ദ സ്പിൻഡിൽ ആൻഡ് പ്ലേസ് ഔട്ടർ സ്പിൻഡിൽ ഫ്ലാഞ്ച് ഇൻ പൊസിഷൻ. അത് ഗ്രൈൻഡിങ് വീൽ ആ സ്പിൻഡിലിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഔട്ടർ സ്പിൻഡിൽ ഫ്ലാഞ്ച് കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. Tighten the spindle nut against the outer spindle flange with a spanner of correct size.
അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഔട്ടർ ഫ്ലാഞ്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നെറ്റ് ഫിറ്റ് ചെയ്യുന്നു. ഈ നെറ്റ് ശരിയായ ടൈറ്റിൽ നമ്മൾ ഉറപ്പിക്കുന്നു. റീപ്ലേസ് ദ വീൽ ഗാർഡ് കറക്റ്റ്ലി, അതിനുശേഷം വീൽ ഗാർഡ് അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്നു. റൺ ദ വീൽ അറ്റ് ഇറ്റ്സ് റെക്കമെൻഡഡ് സ്പീഡ് ഇൻ ദ ഗ്രൈൻഡിങ് മെഷീൻ ഫോർ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പീഡിൽ ഒരു മിനിറ്റ് തന്നെ വർക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഫിറ്റ് ചെയ്യേണ്ട വിധം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത മൗണ്ടിങ് പ്രൊസീജിയർ. മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദ നട്ട് ഷുഡ് ഓൺലി ബി ടൈറ്റൻഡ് സഫീഷ്യൻ്റ്ലി ടു ഹോൾഡ് ദ വീൽ ഫേമിലി. ആ വീൽ ശരിയായി ഉറപ്പിക്കാൻ മാത്രമല്ല ടൈറ്റ് മാത്രമേ നെറ്റിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഇറ്റ് ഈസ് ടൈറ്റൻഡ് എക്സസീവ്ലി ദ വീൽ വേ ബ്രേക്ക്. ഓവറായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ദ നട്ട് ഈസ് ത്രെഡഡ് ഇൻ ടു ദ സ്പിൻഡിൽ ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. ഈ നട്ട് നമ്മൾ എങ്ങനെയാണോ സ്പിൻഡിൽ കറങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കണം ഉറപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ വീല് കറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ലൂസാവാൻ സാധ്യതയുണ്ട്. പോയിന്റ്സ് ടു ബി നോട്ട് വൈൽ മൗണ്ടിങ് ദ വീൽ. ഒരു വീല് മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റഡി ദീസ് ഇല്ലസ്ട്രേഷൻ കെയർഫുള്ളി, നോട്ട് ദ പോയിന്റ്സ് ആൻഡ് വാച്ച് ദെൻ മൗണ്ടിങ് ദ വീൽ. താഴെ പറയുന്ന കാര്യങ്ങൾ ആ ചിത്രമൊക്കെ ശ്രദ്ധിക്കുക, എങ്ങനെ മൗണ്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വാഷർ ഓഫ് കംപ്രസിബിൾ മെറ്റീരിയൽ സച്ച് ആസ് കാർഡ്ബോർഡ്, ലെതർ, റബ്ബർ എക്സെട്ര നോട്ട് മോർ ദാൻ 1.5 mm തിക്ക് ഷുഡ് ബി ഫിറ്റഡ് ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ഫ്ലാഞ്ചസ്. ആ വീലിൻ്റെയും ഫ്ലാഞ്ചിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു പേപ്പർ ഡിസ്ക് വെക്കുന്നുണ്ട്. ആ പേപ്പർ ഡിസ്ക് വെക്കുമ്പോൾ അതിന് ഒരു 1.5 mm തിക്നെസ്സിൽ കൂടരുത്. ദിസ് പ്രിവെൻറ്റ്സ് അൺഈവൻനെസ് ഓഫ് ദ വീൽ സർഫസ് ഈസ് ബാലൻസ്ഡ് ടൈറ്റ് ജോയിൻ്റ് ഈസ് ഒപ്റ്റൈൻഡ്. നല്ല ശരിയായ ജോയിൻ്റ് ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വെക്കുന്നത്. ആ വീല് 2 വീലും ശ്രദ്ധിക്കുക. ഒന്ന് കറക്റ്റ് ഇൻകറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തുള്ള ഫ്ലാഞ്ച് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതിന് 2 ഫ്ലാഞ്ച് ഒരേ വലിപ്പമായിരിക്കണം. അതാണ് ഇടതുവശത്ത് കറക്റ്റും വലതുവശത്ത് ഇൻകറക്റ്റും എന്ന് കാണിച്ചിട്ടുണ്ട്. വീണ്ടും അതിനെ കാണിച്ചത് അതിൻ്റെ ഫ്ലാഞ്ച് ഒരു സൈഡിൽ വലിപ്പം കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കുക. റിസൾട്ട് വെൻ സ്പിൻഡിൽ എൻഡ് നട്ട് എക്സസീവ്ലി ടൈറ്റൻഡ്. ഇതിൽ ആ പേപ്പർ ഡിസ്ക് ഉള്ളോട്ട് പോയിട്ടുണ്ട്. പേപ്പർ ഡിസ്ക് ഫ്ലാഞ്ച് ഡയറക്റ്റായിട്ട് വീലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഓവറായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കുഴപ്പമാണ്. അടുത്തതായിട്ട് പറയുന്നത് ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സിങ്. ഗ്രൈൻഡിങ് വീൽസ് ബിക്കം ഇൻഎഫിഷ്യൻറ്റ് ഡ്യൂ ടു മെയിൻ കോസസ് നോൺ ആസ് ലോഡിങ് ആൻഡ് ഗ്ലേസിങ്. അപ്പോൾ എന്താണ് ഡ്രസ്സിങ്? ഒരു ഗ്രൈൻഡിങ് വീൽ കുറേ കാലം ഉപയോഗിക്കുമ്പം അതിൻ്റെ കട്ടിങ് പോയിൻറ്റ്സൊക്കെ ഡള്ളാവുകയും അത് മിനുസാവുകയും അതിന് സോഫ്റ്റ് മെറ്റൽ പാർട്ടിക്കിൾസ് കയറി അടയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതാകുമ്പോൾ കട്ടിങ് എഫിഷ്യൻസി നഷ്ടപ്പെടാൻ കാരണമാവും. അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഡ്രസ്സിങ്. അപ്പോൾ ആദ്യം പറയുന്നത് ലോഡിങ്. ഒരു ടേംസാണ് പറയുന്നത്. ലോഡിങ് എന്താണെന്ന് നോക്കാം. വെൻ സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് അലുമിനിയം, കോപ്പർ, ലെഡ് എക്സെട്ര ആർ ഗ്രൗണ്ട്, ദ മെറ്റൽ പാർട്ടിക്കിൾസ് ഗെറ്റ് ക്ലോഗ്ഡ് ഇൻ ദ പോർസ് ഓഫ് ദ വീൽ. അപ്പോൾ ഈ സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അലുമിനിയം, ലെഡ് മുതലായൊക്കെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടികൾ ഇതിനുള്ളിൽ കയറി നിറയാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശരിക്കും ഗ്രൈൻഡിങ് നടക്കില്ല. അപ്പോൾ ഇങ്ങനെ പൊടികൾ കയറി അടയുന്നതിനാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുക. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ് മെറ്റൽസ് പാർട്ടിക്കിൾസ് കയറി ഗ്രൈൻഡിങ് വീലിൻ്റെ ഹോൾസൊക്കെ നിറയുന്നതിനാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് ഗ്ലേസിങ് എന്താണെന്ന് നോക്കാം. വെൻ എ സർഫസ് ഓഫ് ദ വീൽ ഡെവലപ്സ് എ സ്മൂത്ത് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ് ഇറ്റ്സ് സെറ്റ് ടു ബി ഗ്ലേസ്ഡ്. ഇത് കുറേ കാലം ഡൈനിങ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറഭാഗമൊക്കെ കട്ടിങ് എബിലിറ്റി നഷ്ടപ്പെട്ട് ഒരു മിനുസായിട്ട് മാറുന്നു. അതിൻ്റെ കട്ടിങ് വീലിൻ്റെ പുറഭാഗം. ഇതിനാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വീൽ ഈസ് ബ്ലണ്ട്, ദാറ്റ് ഈസ് ദ അബ്രസീവ് ഗ്രെയിൻസ് ആർ നോട്ട് ഷാർപ്പ്. ഇങ്ങനെ ഗ്ലേസായി വരുമ്പം ഒരു വീല് ബ്ലണ്ട് കേടുവരും. അതിൻ്റെ അബ്രസീവ് ഗ്രെയിൻസിന് ഷാർപ്പ് കിട്ടില്ല. നമുക്കറിയാം ഇത് മണൽത്തരികൾ പോലുള്ള തരികളാണ്. ഈ തരികൾ അതിന് മിനുസ പോയി കഴിഞ്ഞാൽ എന്താണ്, അതൊരിക്കലും കട്ടിങ് എബിലിറ്റി അതിന് കിട്ടില്ല. അതാണ് ഗ്ലേസിംഗ് ആയി വരുന്നത്. വെൻ സച്ച് ഗ്രൈൻഡിങ് വീൽസ് ആർ യൂസ്ഡ്
ദർ ഇസ് എ ടെൻഡൻസി ടു എക്സർട്ട് എക്സ്ട്രാ പ്രഷർ ഇൻ ഓർഡർ ടു മേക്ക് ദ വീൽ കട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീലുകൾ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വീലിന് ഓവർ പ്രഷർ കൊടുക്കണം കട്ടാവണമെങ്കിൽ. സാധാ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടാവില്ല. കൂടുതൽ പ്രഷർ കൊടുത്താൽ മാത്രമേ ആ ഗ്രൈൻഡിങ്ങിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സസീവ് പ്രഷർ ഓൺ ദ ഗ്രൈൻഡിങ് വീൽ വിൽ ലീഡ് ടു ദി ഫ്രാക്ചർ ഓഫ് ദി വീൽ, എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദ വീൽ, വീക്കണിങ് ഓഫ് ദ ബോണ്ടിങ് ഓഫ് ദ വീൽ ആൻഡ് ബേസ്റ്റിംഗ് ഓഫ് ദ വീൽ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ ആ വീൽ ഇങ്ങനെ പൊട്ടിപ്പോകും. അതായത് വീലിന് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും. അതേമാതിരി അതിന് ബോണ്ടിൻ്റെ പവർ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തവർ പറയുന്നത് എന്താണ് ഡ്രസ്സിങ് നോക്കാം. ദ പർപ്പസ് ഓഫ് ഡ്രസ്സിങ് ഈസ് ടു റീസ്റ്റോർ ദ കറക്റ്റ് കട്ടിംഗ് ആക്ഷൻ ഓഫ് ദ വീൽ. ഒരു വീലിന് ശരിയായ കട്ടിംഗ് ആക്ഷൻ നഷ്ടപ്പെടുമ്പം അത് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡ്രസ്സിങ്. ഡ്രസ്സിങ് റിമൂവ്സ് ദി ക്ലോക്സ് on the surface of the wheel and blunt grains of the abrasive, exposing the new sharp abrasive grains of the wheel which can be cut brought in shape of efficiently. അപ്പം ഈ ഡ്രസ്സിങ് മൂലം ഇതിനുള്ളിൽ അടിഞ്ഞു കിടക്കുന്ന പൊടികളൊക്കെ പുറത്തേക്ക് പോവുകയും കേടുവന്ന അബ്രസീവ് തരികൾ പുറത്ത് പോയിട്ട് പുതിയ തരികൾ ഉള്ളിൽ നിന്ന് വരികയും. നമുക്കറിയാം ഈ ഗ്രൈൻഡിംഗ് വീൽ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് അബ്രസീവ് ഗ്രെയിൻസും ബോണ്ടും കൊണ്ടാണ്. അപ്പം ഇതിന് മുകളിൽ ഇങ്ങനെ പോകുന്നതനുസരിച്ച് അടിയിൽ നിന്ന് അബ്രസീവ് ഗ്രെയിൻസ് തെളിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഷാർപ്പ് അബ്രസീവ് ഗ്രെയിൻസ് പുറത്തേക്ക് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് സാധാരണഗതിയിൽ ചെയ്യാറ്. അടുത്ത പറയുന്നത് ട്രൂയിങ് ആണ്. ട്രൂയിങ് റെഫേഴ്സ് ടു ദി ഷേപ്പിംഗ് ഓഫ് ദ വീൽ ടു മേക്ക് റൺ കോൺസെൻട്രിക് വിത്ത് ദി ആക്സിസ്. നമ്മൾ പുതിയ ഗ്രൈൻഡിംഗ് വീലൊക്കെ ഫിക്സ് ചെയ്യുമ്പം അതിന് ചെറിയ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടാവും. കറക്റ്റ് സെൻറ്ററിലായിരിക്കില്ല കറങ്ങൽ. ഒരു വീല് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രസ്സിങ് ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് കോൺസെൻട്രിക് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ട്രൂയിങ്. എ ന്യൂ ഗ്രൈൻഡിംഗ് വീൽ ഈസ് മൗണ്ടഡ്, ഇറ്റ് മസ്റ്റ് ബി ട്രൂഡ് ബിഫോർ യൂസ്. ഒരു പുതിയ ഗ്രൈൻഡിംഗ് വീൽ ഉറപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് ട്രൂയിങ് ചെയ്യണം, ശരിയായി ഉറപ്പിക്കണം. ദ കട്ടിംഗ് സർഫസ് ഓഫ് ന്യൂ വീൽ മേ റൺ ഔട്ട് സ്ലൈറ്റ്ലി ഡ്യൂ ടു ദി ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബോർ ആൻഡ് ദി മെഷീൻ സ്പിൻസ്. ഒരു പുതിയ വീൽ കട്ടിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബോറിയുടെ ചെറിയൊരു ക്ലിയറൻസ് അതിനുണ്ടായിരിക്കും. ഗ്രൈൻഡിംഗ് വീൽസ് വിച്ച് ആർ ഇൻ യൂസ് ആൾസോ ക്യാൻ റൺ ഔട്ട് ഓഫ് ട്രൂ ഡ്യൂ ടു ദി അൺഈവൺ ലോഡിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. ഡ്രസ്സിങ് ആൻഡ് ട്രൂയിങ് ആർ ഡൺ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ നമ്മൾ പുതിയ ഗ്രൈൻഡിംഗ് വീലിൽ ഒരു ഭാഗം മാത്രം തേഞ്ഞ് തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൂയിങ്ങും ഡ്രസ്സിങ്ങും സത്യത്തിൽ ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഗ്രൈൻഡിംഗ് വീൽ ഡ്രസ്സേഴ്സ്. ഗ്രൈൻഡിംഗ് വീല് ഡ്രസ്സ് ചെയ്യുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദ വീൽ ഡ്രസ്സേഴ്സ് യൂസ്ഡ് ഫോർ ഓഫ് ആൻഡ് ഗ്രൈൻഡേഴ്സ് ആർ സ്റ്റാർ വീൽ ഡ്രസ്സേഴ്സ്, ഹണ്ടിങ്ടൺ ടൈപ്പ് വീൽ ഡ്രസ്സർ ആൻഡ് ഡയമണ്ട് ഡ്രസ്സർ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്റ്റാർ വീൽ ഡ്രസ്സർ, അതിന് മറ്റൊരു പേരാണ് ഹണ്ടിങ്ടൺ ടൈപ്പ് വീൽ ഡ്രസ്സർ. അതുപോലെ ഡയമണ്ട് വീൽ ഡ്രസ്സർ മറ്റൊന്ന്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇത് ഡയമണ്ട് മെറ്റീരിയലാണ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഗ്രൈൻഡിംഗ് വീൽ നമുക്ക് സാധാ ടൂളൊക്കെ ആണെങ്കിൽ അത് ടൂള് തേഞ്ഞ് പോകാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനും വളരെ ഹാർഡ്നെസ് കൂടിയായിട്ടുള്ള ഡയമണ്ട് ടൂളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് സ്റ്റാർ വീൽ ഡ്രസ്സറാണ്. സ്റ്റാർ വീൽ ഡ്രസ്സർ. The star wheel dresser consists of a number of hardened star-shaped wheels mounted on the spindle at one end and a handle at the other end. ഒരു സ്റ്റാർ വീൽ ഡ്രസ്സറിന് അതിന് ഒരു സ്റ്റാർ ഷേപ്പ്ഡ് വീലാണ്. നമ്മൾ നിറയെ മൂർച്ചുള്ള കോണുകളോട് കൂടിയ ഒരു വീൽ ഷേപ്പാണ് വരുന്നത്. ആ വീലിൻ്റെ അറ്റത്തൊക്കെ നല്ല ഷാർപ്പ് പോയിൻ്റ് ടീത്ത് ഉണ്ടാവും. അതിലൊരു ഹാൻഡിൽ ഉറപ്പിച്ചിട്ട് ഗ്രൈൻഡിംഗ് വീലിൻ്റെ കൂടെ അത് കറങ്ങുകയാണ് ചെയ്യുന്നത്. While dressing, the star wheels pressed against the face of the revolving grinding wheel. ഈ ഗ്രൈൻഡിംഗ് വീൽ റിവോൾവ് ചെയ്യുന്നതിനെ കൂടെ അതും കറക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The star wheel revolves and digs into the surface of the grinding wheel.
ഈ സ്റ്റാർ വീൽ കറങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ മുകളിൽ ചെറിയ കുത്ത് ഡിഗ് ചെയ്യും, അതിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. ദിസ് റിലീസസ് ദ വീൽ ലോഡിങ് ഡൾ ഗ്രെയിൻസ് എക്സ്പോസിങ് ഷാർപ്പ് ന്യൂ അബ്രസീവ് ഗ്രെയിൻസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വീലിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ പുറത്തേക്ക് വരികയും പുതിയ ടീത്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. സ്റ്റാർ വീൽസ് ആർ യൂസ്ഫുൾ ഫോർ പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് ഇൻ വിച്ച് എ പ്രസിഷൻ ഫിനിഷ് ഇസ് നോട്ട് എക്സ്പെക്റ്റഡ്. ഒരു റഫായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ പെഡസ്റ്റൽ ഗ്രൈൻഡറിനൊക്കെ നമുക്ക് ഈ സ്റ്റാർ വീൽ ഡ്രസ്സർ ഉപയോഗിക്കാൻ മതി. ഒരു ഓവറായിട്ട് കൂടുതലായിട്ടുള്ള ഒരു ഫിനിഷിങ് ഇതുമൂലം കിട്ടില്ല. അടുത്തതായിട്ട് പറയുന്നത് ഡയമണ്ട് ഡ്രസ്സേഴ്സ്. ഇതൊരു സിംഗിൾ പോയിൻ്റ് ടൂളാണ്. ബെഞ്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡേഴ്സ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് കട്ടിംഗ് ടൂൾസ് ആർ യൂഷ്വലി ഫിറ്റഡ് വിത്ത് സ്മാൾ ആൻഡ് അതർ ഡെലിക്കേറ്റ് വീൽസ്. ചെറിയ വീലുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡയമണ്ട് ഡ്രസ്സർ. ദീസ് വീൽസ് ആർ ഡ്രസ്ഡ് ആൻഡ് ട്രൂഡ് വിത്ത് ഡയമണ്ട് ഡ്രസ്സേഴ്സ്. ഇങ്ങനെയുള്ള വീല് നമുക്ക് ഡ്രസ്സ് ചെയ്യാനും ട്രൂ ചെയ്യാനൊക്കെ ഡയമണ്ട് ഡ്രസ്സറാണ് ഉപയോഗിക്കുന്നത്. ഡയമണ്ട് ഡ്രസ്സേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ സ്മാൾ ഡയമണ്ട് മൗണ്ടഡ് ഓൺ എ ഹോൾഡർ വിച്ച് കാൻ ബി ഹെൽഡ് റിജിഡ്ലി ഓൺ ദ വർക്ക് റെസ്റ്റ്. റിജിഡ്ലി ഓൺ ദി വർക്ക് റെസ്റ്റ്, വർക്ക് റെസ്റ്റിന് മുകളിൽ ശരിയായി ഉറപ്പിക്കുന്നു. എങ്ങനെ ഒരു വീൽ ഡ്രസ്സർ ഉപയോഗിക്കാം? ഹൗ ടു യൂസ് എ വീൽ ഡ്രസ്സർ അടുത്ത് പറയുന്നത്. ഫോർ ഡ്രസ്സിങ് ആൻഡ് ഡ്രോയിങ് ദ ഡ്രസ്സർ ഈസ് സ്ലോലി ബ്രോട്ട് ഇൻ ടു ദ കോണ്ടാക്ട് വിത്ത് ദ വീൽ ഫേസ് ആൻഡ് മൂവ്ഡ് അക്രോസ്. ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സർ വളരെ സാവധാനം അതിലെടുത്ത് വരികയും അത് വീൽ ഫേസിൽ ക്രോസ് ആയിട്ട് നീക്കുകയും ചെയ്യുന്നു. The finish obtained depends on the rate at which the dresser is moved across the face. ആ ഫേസിൻ്റെ മുകളിൽ എങ്ങനെ എങ്ങനെയാണ് ഈ ഡ്രസ്സർ നീക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഫിനിഷിങ്ങിന് മാറ്റം ഉണ്ടായിരിക്കും. ഫോർ റഫിങ് ദ ഡ്രസ്സർ ഈസ് മൂവ്ഡ് ഫാസ്റ്റർ. റഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് നീക്കണം. ഫോർ ഫൈൻ ഫിനിഷ് ദ ഡ്രസ്സർ ഈസ് മൂവ്ഡ് സ്ലോലി. നല്ല ഫിനിഷ് കിട്ടണമെങ്കിൽ ഇത് വളരെ സാവധാനമാണ് ഡ്രസ്സർ നീക്കേണ്ടത്. Roughing will be efficient with a dresser that has sharp point, while the file finishing blend diamond dresser is more suitable. അപ്പോൾ റഫിംഗ് ആണെങ്കിൽ സാരേതിൽ നമുക്ക് ഷാർപ്പ് പോയിൻ്റ് ആവശ്യമാണ്. എന്നാൽ ഫിനിഷിങ്ങിന് വേണ്ടിയാണെങ്കിൽ കുറച്ച് കേടുവന്ന അല്ലെങ്കിൽ കുറച്ച് പോയിൻ്റ് പോയ ഡ്രസ്സറും നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വേറെ ഇതാണ് അബ്രസീവ് സ്റ്റിക്സ്. അബ്രസീവ് ഉണ്ടാക്കുന്ന സ്റ്റിക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. When only a light dressing is required, abrasive sticks can also be used. ചെറിയ ഒരു ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അതേ അബ്രസീവ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കട്ടിങ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. There are abrasive materials made in the form of sticks from the convenient handle. ഇത് അബ്രസീവ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സ്റ്റിക്കാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് വീൽ മൗണ്ടിങ് ആൻഡ് ഡ്രസ്സിങ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.